നമസ്കാരം. അങ്ങനെ 1937 മെയ് മാസം 10-ാം തീയതി മായ ഒരു ദിനം പിറക്കുകയാണ്. സാവർക്കർജി തൻ്റെ ഇളം പ്രായത്തിൽ 26-ാമത്തെ വയസ്സിൽ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് നിരുപാധികമുള്ള പൂർണ്ണമായ വിടുതൽ 55-ാമത്തെ വയസ്സിൽ ലഭിക്കുകയാണ്. നീണ്ട 27-28 വർഷക്കാലം അദ്ദേഹം ഒന്നല്ലെങ്കിൽ വേറൊരു ജയിലിൽ ആയിരുന്നു. നിയമപരമായി അർഹമായിരുന്ന വിടുതൽ പോലും ലഭിക്കാതെ എല്ലാ ക്രൂരതകൾക്കും വിധേയനായ ആ ധീര വിപ്ലവകാരി വീണ്ടും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, പരസ്യമായ പൊതുരാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുകയാണ്. അങ്ങനെ രത്നഗിരിയിൽ നിന്ന് മോചിതനായി അദ്ദേഹം പുറത്തിറങ്ങുമ്പോഴേക്കും ഇന്നലെ പറഞ്ഞതുപോലെ ഭാരതമാസകലം, ലോകമാസകലം ഒരു ഉത്സവത്തിൻ്റെ ആഘോഷ തിമിർപ്പുകളാണ് വിപ്ലവകാരികൾ, ദേശഭക്തന്മാർ നടത്തിയത്. എല്ലാ വിഭാഗം ആൾക്കാരും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ മോചനത്തെ സ്വാഗതം ചെയ്തു. ഇന്റർനാഷണൽ കോൺഗ്രസിലെയും നേതാക്കന്മാർ, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാർ സാവർക്കർ മോചിതനായതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നേതാജി അന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിലെ തലയെടുപ്പുള്ള യുവ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹവും സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്യുക മാത്രമല്ല, കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ മുമ്പും കേട്ടു, നേതാജിയുടെ മനസ്സിനെ, ബുദ്ധിയെ, രാഷ്ട്ര സമർപ്പണശീലത്തെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിരുന്ന ഒരു നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സാവർക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1857 സ്വാതന്ത്ര്യ സമരം എന്ന വിശ്രുത ഗ്രന്ഥം INA പടയാളികളുടെ പഠന ഗ്രന്ഥമാക്കി നേതാജി മാറ്റിയത്. INA പുനഃസംഘടനയ്ക്കും അതിൻ്റെ ഉള്ളിലെ ഗീതങ്ങൾക്കും അതിൻ്റെ ഉള്ളിലെ മുദ്രാവാക്യങ്ങൾക്കും, എന്തിന് അതിൽ ചില റെജിമെന്റുകളുടെ പേരിടുന്നതിൽ പോലും 1857 സ്വാതന്ത്ര്യ സമരം എന്ന ആ ഗ്രന്ഥം ഭാരതത്തിന്റെ വിപ്ലവകാരികളുടെ ഭഗവത്ഗീത എത്ര കണ്ട് പ്രേരണ ചെലുത്തിയിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. ആ നേതാജി ക്ഷണിച്ചു അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ഉള്ളിലേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് MN റോയ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്ന, ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്ന വ്യക്തി, ആരുടെ മാർഗം പിന്തുടർന്നാണോ ഇന്ത്യയിലെ മറ്റെല്ലാ കമ്മ്യൂണിസ്റ്റുകാരും, PC ജോഷി ആയാലും അല്ലെങ്കിൽ SA ഡാംഗെ ആയാലും BT രണദിവെ ആയാലും എന്തിന് EMS നമ്പൂതിരിപ്പാടായാലും ഒക്കെ ഏതൊരു പാതയിലൂടെയാണോ മുന്നോട്ട് പോയത് ആ പാതയ്ക്ക് മുന്നിൽ നടന്ന ആ വ്യക്തിത്വം MN റോയ്. റഷ്യയിലും മറ്റും ജീവിച്ച് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിലും മറ്റും പങ്കെടുത്ത് ലെനിനും സ്റ്റാലിനും ഒപ്പം ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ചർച്ച ചെയ്ത MN റോയ്, അദ്ദേഹം സാവർക്കറെ സ്വാഗതം ചെയ്തത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അങ്ങയുടേതായ മാർഗത്തിലൂടെ ഭാരതത്തിന്റെ മോചനത്തിനു വേണ്ടി പൊരുതുവാൻ ഭാരത രാഷ്ട്രീയത്തിന്റെ വേദിയിലേക്ക് അങ്ങയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു. പക്ഷേ അർത്ഥം ഇപ്പോഴും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തത്, നെഹ്റു സ്വാഗതം ചെയ്യുന്നു, നേതാജി സ്വാഗതം ചെയ്യുന്നു, എല്ലാ നേതാക്കന്മാരും സ്വാഗതം ചെയ്യുന്നു, ഇടതുപക്ഷത്തിന്റെ നേതാവായ MN റോയ് സ്വാഗതം ചെയ്യുന്നു. അപ്പോഴേക്കും അദ്ദേഹം ഈ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർഗം ഉപേക്ഷിച്ചെങ്കിൽ പോലും അങ്ങനെ MN റോയ് സ്വാഗതം ചെയ്യുന്നു. അപ്പോഴും സ്വാഗതം ചെയ്യുകയോ ഒരക്ഷരം മിണ്ടാതെയോ ഇരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, മഹാത്മാഗാന്ധിജി. അത് വളരെ വിചിത്രമായ ഒരു വസ്തുതയായി തോന്നുകയാണ്. സാവർക്കറെ സന്ദർശിച്ചു, രത്നഗിരിയിൽ, ലണ്ടനിൽ പോയി സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ മോചനം ആവശ്യമാണെന്ന് എഴുതി യങ് ഇന്ത്യയിൽ. അങ്ങനെയൊക്കെയുള്ള ആള്
എന്തുകൊണ്ടായിരുന്നു ആ നിർണായകമായ ഘട്ടത്തിൽ സാവർക്കർജിയുടെ വരവിനെ സ്വാഗതം ചെയ്യാതിരുന്നത് എന്നത് ഇപ്പോഴും ഒരു വളരെ ദുരൂഹമായ ഒരു വസ്തുതയാണ്. ഒരു വലിയ വിഭാഗം ഒരു വയറ്റുപിഴപ്പ് രാഷ്ട്രീയക്കാർ, അതായത് പേരിന് മാത്രം അഹിംസാവാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗം കപടദേശ സ്നേഹികൾ, അവര് സവർക്കറുടെ വരവിനെ വല്ലാതെ ഭയന്നിരുന്നു. അതിന് കാരണം സവർക്കറുടെ എന്തിനേയും ഏതിനേയും ആരെയും കീഴടക്കാൻ പോകുന്ന അസാമാന്യമായ വ്യക്തിത്വ വിശേഷം അതായിരിക്കണം ഒരു കാരണം. മറ്റൊന്ന്, അവർക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത സമാനതകളില്ലാത്ത വാഗ്മിത, പ്രസംഗചാരുത, അതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. ഒരു തരത്തിൽ അതിസാഹസികതയോടുകൂടി എങ്കിൽ അങ്ങനെ അങ്ങേയറ്റം വീറോടെ തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ എവിടെയും അവതരിപ്പിക്കാൻ ചങ്കൂറ്റം ഉണ്ടായിരുന്ന വ്യക്തിത്വം, അതും ഇവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. പിന്നെ അദ്ദേഹം യഥാർത്ഥത്തിലുള്ളൊരു ചരിത്ര നിർമ്മാതാവായിരുന്നു. കാർൽ മാർക്സും മറ്റും പറഞ്ഞിരുന്നത്, ഞാൻ ചരിത്രത്തെ വ്യാഖ്യാനിക്കാനല്ല വന്നത്, പുതിയ ചരിത്രം സൃഷ്ടിക്കാനാണ് എന്ന് പറഞ്ഞു. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥ ചരിത്ര നിർമ്മാതാവ് ആരായിരുന്നു എന്ന് നോക്കിയാൽ അത് സാവർക്കർ ആയിരുന്നു. ഒരു വിശേഷപ്പെട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ സിദ്ധാന്തത്തിന്റെ പിതാവായിരുന്നു അദ്ദേഹം. അതേപോലെ ലോകമാസകലമുള്ള വിപ്ലവകാരികൾക്ക് പ്രേരണയായിരുന്ന, പ്രചോദനമായിരുന്ന, ആരാധനാഭാവത്തിൽ മാത്രം നോക്കിയിരുന്ന ഒരു ലോകോത്തര വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള അനേകം പ്രത്യേകതകൾ ഉണ്ടായിരുന്നത് കൊണ്ടാവാം ഈ കപട അഹിംസാവാദികൾ അദ്ദേഹത്തിന്റെ വരവിനെ ഭയപ്പെട്ടത്. അദ്ദേഹം തൻ്റെ യാത്ര, ആ പുതിയ യാത്ര ഒരു കൊടുങ്കാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ വരുന്ന കാലത്ത് ആഞ്ഞടിക്കാൻ പോന്ന സവർക്കറുടെ തുടക്കം കൊൽഹാപൂരിലെ ഛത്രപതി ശിവജിയുടെ, ഹിന്ദുപദ പാദശാഹിയായ ഛത്രപതി ശിവജിയുടെ ഗതിയിൽ അദ്ദേഹത്തിൻ്റെ ആ സിംഹാസനത്തെ തൊട്ടു വണങ്ങിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പ്രവർത്തനം ആരംഭിക്കുക. ആ യാത്ര ഓരോരോ ഇടത്തും അനേകം സ്വീകരണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും സവർക്കർ സ്വാഗത സമിതികൾ രൂപപ്പെട്ടു. അതിലെല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും, അതിൽ മിതവാദികളും കോൺഗ്രസ്സുകാരും എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര കൊൽഹാപൂരിലെ ഛത്രപതി ശിവജിയുടെ സിംഹാസനത്തിൽ തൊട്ടു വണങ്ങി അനുമതി തേടി ആരംഭിച്ച യാത്ര ഒട്ടനവധി സ്വീകരണ പരിപാടികളിലൂടെ മുന്നോട്ട് പോയി. എല്ലാം എടുത്തു പറയത്തക്ക പരിപാടികളായിരുന്നു. പങ്കെടുത്ത മഹത്തുക്കളൊക്കെയും ഒരേപോലെ ശ്രേഷ്ഠന്മാരായിരുന്ന ആളുകൾ. ബോംബെയിലെ പരിപാടിയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയത്തക്ക പരിപാടി. ഒട്ടനവധി മഹത്തുക്കൾ, KF നരിമാനെ പോലെ, SK പാട്ടീലിനെ പോലെ, ഏറ്റവും പ്രധാന വക്താവായി അവിടെ എത്തിയത് സാക്ഷാൽ MN റോയ് തന്നെയായിരുന്നു. സ്വയം സവർക്കറെ ആരാധിച്ചിരുന്ന, സവർക്കറുടെ ഒരു ശിഷ്യനെന്ന് പറയാൻ ഒട്ടും മടി കാണിക്കാതിരുന്ന MN റോയ്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലെ എടുപ്പറയത്തക്ക ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, സവർക്കർ ഒരു വൻ മരമാണ്, ആ മരത്തിലെ ഒരു ശാഖ മാത്രമാണ്, ഒരു ചെറു ശാഖ മാത്രമാണ് ഞാൻ. എന്നെപ്പോലുള്ള ഒട്ടനവധി ദേശഭക്തരായ ആളുകളും വെറും ശാഖകൾ മാത്രമാണ് എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ആരാധനാഭാവത്തിൽ കൃതജ്ഞതാഭരിതമായ വെട്ടിത്തിളങ്ങുന്ന കണ്ണുകളോടുകൂടി MN റോയ് പറഞ്ഞു, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് വീര സവർക്കർ എൻ്റെ മനസ്സിൽ കൊളുത്തിയ തീയാണ്, ആ ആത്മവിശ്വാസമാണ് ലോകമാസകലമുള്ള വിപ്ലവ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും അഴിമതിക്കെതിരെ, ചൂഷണത്തിനെതിരെ, അനീതിക്കെതിരെ പൊരുതാൻ എനിക്ക് പ്രേരണ നൽകിയത് എന്ന് അദ്ദേഹം തുറന്ന് ആ മുംബൈയിൽ ഉള്ള പരിപാടിയിൽ വെച്ച് പറയാൻ തയ്യാറായി. മുംബൈ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിര കേന്ദ്രമാക്കി മാറ്റി. സവർക്കർ സദൻ എന്ന പേരിൽ അവിടെ ഒരു വീട് എല്ലാവരും ചേർന്ന് നിർമ്മിച്ചു കൊടുത്തു. അതിൻ്റെ ഒന്നാമത്തെ നില സവർക്കർ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലവും ഓഫീസുമായി ഉപയോഗിച്ചു. ഒന്നാമത്തെ താഴത്തെ നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും. ഇപ്പം ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ഏറെ പറയാൻ സാധിച്ചിട്ടില്ല. അതുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സവർക്കർജിക്ക് രത്നഗിരിയിൽ വെച്ച് 3 മക്കള് പിറന്നിരുന്നു. മൈജി അല്ലെങ്കിൽ മിനാഭായി, അദ്ദേഹത്തിൻ്റെ ശ്രീമതി, സഹധർമ്മിണി, അങ്ങേയറ്റം അദ്ദേഹത്തെ
പ്രവർത്തനങ്ങളിൽ, ഈ സംഘടനാ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനത്തിലും ഒക്കെ സർവാത്മന പിന്തുണ കൊടുത്തുകൊണ്ട് കഴിഞ്ഞിരുന്ന ആ ഉത്തമ ഹിന്ദു മഹിള, ഒരു സാധ്വി, അതാണ് മായി. ആ മായിക്ക് രത്നഗിരിയിൽ വെച്ച് 3 മക്കൾ സവർക്കർക്ക് ഉണ്ടാവുകയാണ്. ഒന്നാമത്തത് പ്രഭാത് എന്നു പേരായിട്ടുള്ള ഒരു പെൺകുട്ടി, അങ്ങേയറ്റം ഊർജ്ജസ്വലയായ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി. രണ്ടാമത്തത് ശാലിനി. പക്ഷേ ശാലിനി ജന്മനാ തന്നെ രോഗിയായിരുന്നു. ബാല്യാവസ്ഥയിൽ തന്നെ ആ കുട്ടി മരണപ്പെട്ടു. പിന്നെ വിശ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൺകുട്ടി, അവനും സ്വതവേ ആരോഗ്യസ്ഥിതി നന്നായിരുന്നില്ല. വീടിന്റെ സാമ്പത്തിക സ്ഥിതി മുമ്പേ സൂചിപ്പിച്ചതുപോലെ ജയിലിലുള്ള കാലത്ത് പോലും ആദ്യഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ ഈ രത്നഗിരി ജില്ലയാകുന്ന ജയിലിൽ അദ്ദേഹത്തെ താമസിച്ചിരുന്ന കാലത്ത് പോലും വേണ്ട സഹായം ചെയ്തു കൊടുത്തിരുന്നില്ല. പിന്നെ വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് 50ഓ 60ഓ ആക്കി അത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. മോചിതനായി മുംബൈയിലേക്ക് പോയപ്പോൾ പിന്നെ വേണ്ടത്ര അത്തരം ഒരു കാര്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട ആവശ്യം സർക്കാരിനുമില്ല. സാവർക്കർ ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതായ സാമ്പത്തികമായ വലിയ തോതിലുള്ള പിന്തുണ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയിരുന്നത് പലപ്പോഴും അത് മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് അദ്ദേഹത്തിന് കഴിയാമായിരുന്നു. അത്രയേറെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. പക്ഷേ ആ പണം അത്രയും കഷ്ടപ്പെടുന്നവർക്ക്, വിഷമം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു, സംഭാവനയായിട്ടും കൈവായ്പയായിട്ടും പിന്നീട് കൊടുക്കാമെന്ന തിരിച്ചു കൊടുക്കാമെന്നൊക്കെയുള്ള പേരിൽ. പക്ഷേ പലരും അദ്ദേഹത്തെ ഈ കാര്യത്തിലും പറ്റിച്ചു. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു ആഹ്വാനം, യുവാക്കളുടെ മുമ്പാകെ ഒരു വലിയ ആഹ്വാനം അദ്ദേഹം പുറപ്പെടുവിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം ലോകമാന്യ തിലകന്റെ പേരിൽ അറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടിയിൽ ചേരും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയത്തിന്റെ യഥാർത്ഥത്തിലുള്ള സംഘടനയായി അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന, ഞാൻ അക്കാലത്ത് എന്ന് പറയാനുള്ള കാരണം ആ സംഘടന, ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഘടന പിൽക്കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുന്നില്ല ഇവിടെ. ഏതായാലും ഹിന്ദു മഹാസഭയിൽ അദ്ദേഹം ചേരുന്നു. അതിൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹം യുവാക്കളോടായിട്ട് ആണ് ആ വലിയ ഏറ്റവും പ്രസിദ്ധമായ ആഹ്വാനം, യുവാക്കളെ സൈനിക പരിശീലനത്തിന് അദ്ദേഹം പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സൈനിക പരിശീലനത്തിൽ ഏർപ്പെടുന്നു, തോക്കുപയോഗിക്കാൻ പഠിക്കുന്നു. ഇതെല്ലാം സത്യത്തിൽ പിൽക്കാലത്ത് ഭാരതത്തിന്റെ കരുത്തായി മാറുന്നു എന്ന് കാണാം. ഒരു ഗവേഷണ വിഷയമാണത്, ഗവേഷണം ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന വിഷയം കൂടിയാണ്. ഏതായാലും ആ കാലഘട്ടത്തിൽ ഹിന്ദു മഹാസഭയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ആ സമയം എല്ലാം ആദ്യമേ തുടങ്ങേണ്ട അവസ്ഥയിലായിരുന്നു. ആദ്യ ഇംഗ്ലണ്ടിലുള്ളപ്പോഴായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടനവധി അങ്ങേറ്റം സമർത്ഥരായ പ്രവർത്തന പടുക്കൾ, സംഘടനാ പാടവമുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിലിപ്പോൾ ലാലാ ഹർദയാൽ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിന് പുറത്ത് യൂറോപ്പിൽ നാട് കടത്തപ്പെട്ട അവസ്ഥയോ ഒളിവിലെ ജീവിതവുമായിരുന്നു. റാണയുടെ അവസ്ഥ അതേപോലെ തന്നെയായിരുന്നു. ഒരു ഉപാധ്യായാണ് മാധം കാമയോടൊപ്പം നമ്മളെല്ലാം നേരത്തെ തന്നെ കേട്ട ആ വലിയ സംഭവം, അഭിനവ ഭാരതിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ സോഷ്യലിസ്റ്റ് സമ്മേളനം, അന്തർദേശീയ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി അയച്ചിരുന്നു. അവിടെ സാക്ഷാൽ ലെനിൻ, റോസ ലക്സംബർഗ് തുടങ്ങിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പരിപാടിയിലാണ് മാഡം ഗാമ സവർക്കർ വിഭാവനം ചെയ്ത, രൂപകൽപ്പന ചെയ്ത ആ ത്രിവർണ വിപ്ലവ പതാക ദേശീയ പതാകയായി അവതരിപ്പിക്കുന്നതൊക്കെ. അതിൽ മാഡം കാമയോടൊപ്പം പോയിരുന്നതായ വീരേന്ദ്ര ചത്തോപാധ്യായ പിന്നീട് കമ്മ്യൂണിസ്റ്റ് വഴിയിലൂടെ മുന്നേറുകയും അദ്ദേഹം ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നു, അവിടുന്ന് റഷ്യയിലെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ഒരു ട്രോട്സ്കിയിസ്റ്റ് ആയിട്ട് മാറുന്നു. ലിയോൺ ട്രോട്സ്കി സത്യത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ ത്രിമൂർത്തികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ലെനിൻ, സ്റ്റാലിൻ, ട്രോട്സ്കി. അതിൽ ഏറ്റവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ബുദ്ധിശാലിയും സംഘടനാ പാഠവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ലിയോൺ ട്രോട്സ്കി. പക്ഷെ ആ ലിയോൺ ട്രോട്സ്കിയെ
സ്റ്റാലിൻ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ട്രോട്സ്കിയുടെ പിന്മുറ ഒരു അനുയായിയായി മാറി വീരേന്ദ്ര ചതോപാധ്യായ എന്നതുകൊണ്ടാവാം റഷ്യയിൽ വെച്ച് വീരേന്ദ്ര ചതോപാധ്യായ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. സ്റ്റാലിന്റെ പോലീസ് വിചാരണ കൂടാതെ വീരേന്ദ്ര ചതോപാധ്യായെ വെടിവെച്ച് കൊന്നു. അങ്ങനെ വീരേന്ദ്ര ചതോപാധ്യായെ പോലത്തെ അനുയായി. അതിനിടയിൽ ശ്യാംജി കൃഷ്ണവർമ്മയും മാതങ്കാമയും അന്തരിക്കുന്നു. സേനാപതി ബാപ്പട്ട് നമ്മൾ പലവട്ടം ഈ ചർച്ചകൾക്കിടയിലും കേട്ട പേരാണ്. അദ്ദേഹവും അതേപോലെ ഡോക്ടർ രാജൻ, ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രഗത്ഭമതികൾ ഒന്നുകിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. എല്ലാം ആദ്യമേ തുടങ്ങേണ്ട ഒരവസ്ഥ ആയിരുന്നു സവർക്കറുടേത്. പക്ഷെ എന്നാലും ഒട്ടും നിരാശപ്പെടാതെ ആത്മവിശ്വാസം കുറയാതെ സവർക്കർ അദ്ദേഹത്തിന്റെ ഹിന്ദു സംഘടനാ പ്രവർത്തനം അതിസജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത ഭാവാത്മകമായ സന്ദേശം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ കാണാം, ഏത് ആശയ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരായാലും ഭാരതത്തിന്റെ മോചനം, നിരുപാധികമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവരെല്ലാവരും നമുക്ക് സഹോദരന്മാരാണ്. എല്ലാവരെയും, അതിൽ മിതവാദികളെന്നറിയപ്പെടുന്നവർ അവരാരും ദേശവിരോധികളല്ല, അവരും ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത്, അതിന് നമുക്ക് ലോകമാന്യ തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും സുരേന്ദ്രനാഥ ബാനർജിയും ഒക്കെ മാതൃകയാവണം. ഇതായിരുന്നു സാവർക്കർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഗോഖലെ മരണപ്പെട്ടപ്പോഴും ലോകമാന്യ തിലകൻ മരണപ്പെട്ടപ്പോഴും ആൻഡമാൻ ജയിലിന്റെ ഉള്ളിൽ സാവർക്കർജി എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറയുമായിരുന്നു, എല്ലാ ആശയഗതിക്കാരും അവരുടെ എല്ലാവരുടെയും പ്രവർത്തനം നമുക്ക് ഈ കാര്യത്തിന് വേണം. പക്ഷേ ഒരു വസ്തുത അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നതിനോടൊപ്പം തന്നെ പ്രീണനം ഒന്നിനും പരിഹാരമാകുന്നില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ബലാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പ്രീണനത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഇന്നല്ലെങ്കിൽ നാളെ വന്ദേ മാതരത്തെ പോലും ഉപേക്ഷിക്കും എന്ന് 1937 അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. 1937 വന്ദേ മാതരത്തെ ആദ്യം തന്നെ മുഴുവൻ വന്ദേ മാതരം വേണ്ടാന്ന് നിശ്ചയിച്ചു. പിന്നെ ഒരു ദേശീയ ഗാന പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടിരുന്ന വന്ദേ മാതരത്തെ പരിപൂർണമായി ഉപേക്ഷിക്കുന്നു, ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ. ഇത് ഭാരതത്തിന് വലിയൊരു ആഘാതമുണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ബിന്ദുക്കൾ ആ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒന്ന്, ഹിന്ദുസ്ഥാനത്തിന്റെ ആത്യന്തികമായ മോചനം, നിരുപാധികമായ സ്വാതന്ത്ര്യം. ഒരു ബാധ്യതകളും അതിന് ഉണ്ടാകാൻ പാടില്ല. ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസും കൊണ്ട് തനിക്ക് തൃപ്തിപ്പെടാൻ കഴിയില്ല. പുത്രികാ രാജ്യം പോരാ. ചക്രവർത്തിയുടെ കീഴിലോ മഹാറാണിയുടെ കീഴിലോ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥ ഭാരതത്തിന് ഉണ്ടാവരുത്. ഭാരതം നിരുപാധികമായ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ, ആ സ്വാതന്ത്ര്യം അതിനുവേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതു മാർഗം സ്വീകരിച്ചാലും, ഇതായിരുന്നു സവർക്കറുടെ നിലപാട്. അതിന്റെ ചെറുതെറ്റുകളെ കുറിച്ച് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ സവർക്കർ എന്ന ധീരനായ, സാഹസികനായ, ആത്മവിശ്വാസത്തിന്റെ പ്രതിരൂപമായ ആ നേതാവ് പറയുന്നു, ഹിന്ദുസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏത് മാർഗവും സ്വീകരിച്ച് മുന്നോട്ട് പോകണം. മൂന്നാമത്തെ കാര്യം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ടായാലും ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനായാലും ഹിന്ദു ഏകീകരണം പരമപ്രധാനമാണ്. ഹിന്ദു ശുദ്ധീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹിന്ദു പുനരുജ്ജീവനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഹിന്ദു സംഘടനയിലൂടെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിലെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് അങ്ങേയറ്റം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പുനരുജ്ജീവനത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കൂ, ലഭിക്കുന്ന സ്വാതന്ത്ര്യം സാർത്ഥകമാകൂ. ഈ നിലപാട് അതിശക്തമായി സവർക്കർജി അന്ന് പറയുന്നുണ്ട്. 1937 ഒക്ടോബർ മാസത്തിൽ മറ്റൊരു സുപ്രധാന സംഭവം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് പറയേണ്ടി വരികയാണ്. ആ 37 വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 29-30 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ പതാക, ത്രിവർണ വിപ്ലവ പതാക, ഏതൊരു പതാകയാണോ സ്റ്റഡ്ഗട്ടിൽ മാടങ്കാമയും വീരേന്ദ്ര ചതോപാധ്യായും ചേർന്ന് സവർക്കറുടെ നിർദ്ദേശപ്രകാരം ഉയർത്തിയത്, ലെനിനും റോസ ലക്സംബർഗും ഒക്കെ ഉൾപ്പെടുന്ന സദസ്സ് കൈയടിച്ച് അംഗീകരിച്ചത്, പ്രണമിച്ചത്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പതാക എന്ന നിലയിൽ പ്രണമിച്ചത്,
ആ പതാക, യഥാർത്ഥത്തിലുള്ള പതാക ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. അത് ഗജൻ റാവു കേത്കർ എന്ന് പേരായിട്ടുള്ള സവർക്കർജിയുടെ ഒരു അനുയായി അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് സവർക്കർക്ക് കൊടുക്കുകയാണ്. അതൊരു വലിയ സ്വീകരണ പരിപാടിയൊക്കെ ആയിരുന്നു. പൂനെയിലെ ഓഫീസിന്റെ മുകളിൽ ആ പതാക ഉയർത്തുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. പൂനെയിൽ നിന്ന് വാർധയിലെത്തും. വാർധയിൽ വെച്ചാണ് സംഘസ്ഥാപകൻ ഡോക്ടർ കേശവബൽറാം ഹെഡ്ഗേവാർജിയുടെ അഭിപ്രായ പ്രകാരം, ആഗ്രഹപ്രകാരം വാർധയിലെ സംഘശാഖയിൽ 1937 വാർധയിലെ സംഘശാഖയിൽ പങ്കെടുക്കുകയും അവിടുത്തെ വന്ന സ്വയം സേവകർക്ക്, സംഘപ്രവർത്തകർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് അദ്ദേഹം നാഗപ്പൂരിലെത്തുന്നു. നാഗപ്പൂരിൽ വെച്ചുള്ള വലിയ പരിപാടിയിൽ, ഡോക്ടർ മുൻജയും മറ്റും പങ്കെടുത്ത വലിയ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം കാശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നത്. കാശ്മീരിൽ, അക്കാലത്ത് ജമ്മു കാശ്മീരിൽ നമുക്കറിയാം സ്വാതന്ത്ര്യം പോലും ലഭിക്കാതിരുന്ന ആ സമയത്ത് കാശ്മീരിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സ്ഥിതിയെക്കുറിച്ച് പഠനം നടത്തുന്നത് ഒരു ദേശീയ നേതാക്കന്മാരിൽ എത്ര പേര് നടത്തിയിട്ടുണ്ടാവും? നടത്തിയ ആളുകൾ തന്നെ ഏതൊരു നിലപാടാണ് സ്വീകരിച്ചത്? മഹാത്മാഗാന്ധിജി അന്ന് കാശ്മീരിലെ രാജാവിനോട് ഉപദേശിച്ചത്, കാശ്മീരിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ, അതുകൊണ്ട് അങ്ങ് തർക്കത്തിനും കുഴപ്പത്തിനും ഒന്നും നിൽക്കാതെ അവിടുന്ന് ദയവ് ചെയ്ത് കാശിയിൽ വന്ന് ഒരു സാധനയോ ആധ്യാത്മിക പരിപാടിയോ നടത്തണം, മുസ്ലിങ്ങൾ കാശ്മീരിന്റെ കാര്യം നിർണ്ണയിക്കാൻ കൊടുത്തിട്ട് പോരണം എന്നായിരുന്നു നിലപാട്. സവർക്കർജി എന്ന ധീരനായ സിംഹം നാഗപ്പൂരിൽ വെച്ച് ഗർജിച്ചത്, കാശ്മീരിൽ ഇത്തരത്തിലുള്ള സമീപനം തുടരുകയാണെങ്കിൽ അനതിവിദൂരമായ ഭാവിയിൽ കാശ്മീരിൽ നിന്ന് ഹിന്ദുക്കൾ ഓടിപ്പോകേണ്ടി വരും എന്നായിരുന്നു. ഓർക്കുക, ഇത് സവർക്കർ പ്രവചിക്കുന്നത് 1937 ശരിയായ അർത്ഥത്തിലുള്ള പലായനം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമായാലും ഏറ്റവും രൂക്ഷമായി 90കളുടെ ആരംഭത്തിൽ നാം കണ്ടു. ഇത് വളരെ മുമ്പേ തന്നെ അവിടുത്തെ ഹിന്ദുക്കളോട്, അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളോട് വിശേഷിച്ച് ഹിന്ദു സംഘടനയുടെ ആവശ്യവും മറ്റും ഉയർത്തി പറഞ്ഞുകൊണ്ട്, ഒപ്പം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടിനെ കുറിച്ച് അതിശക്തമായ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് സവർക്കർ അന്ന് അത് ഉയർത്തി. അദ്ദേഹം ചോദിച്ചു ഈ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാരോട്, കാശ്മീരിലെ രാജാവിനോട് അവിടം വിട്ട് പോരാൻ പറയുന്ന നേതാക്കന്മാര് ഹൈദരാബാദിലെ നൈസാമിനോടോ ഭോപ്പാലിലെ നവാബിനോടോ ഇതെന്തുകൊണ്ടാണ് പറയാത്തത്, ജുനഗഡിലെ നവാബിനോടോ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് എന്ന് ചോദിച്ചിരുന്നു. ഏതായാലും 1937 ഡിസംബർ 30 അഹമ്മദാബാദിൽ വെച്ച് കർണാവതി എന്ന് അറിയപ്പെട്ടിരുന്ന, ഇന്ന് അഹമ്മദാബാദ് എന്ന് പറയപ്പെടുന്ന ആ നഗരിയിൽ വെച്ചായിരുന്നു ഹിന്ദു മഹാസഭയുടെ സമ്മേളനം നടന്നത്. ആ ഹിന്ദു സമ്മേളനത്തിൽ ഐകകണ്ഠ്യേന വീര സവർക്കർ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. 1927 ഹിന്ദു മഹാസഭ പ്രവർത്തകന്മാർ ആഗ്രഹിച്ചു സവർക്കർജി നേതൃത്വം ഏറ്റെടുക്കണമെന്ന്. പക്ഷേ ബ്രിട്ടീഷ് നിലപാട്, ഭരണാധികാരികളുടെ നിലപാട് അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല. അങ്ങനെ 37 അദ്ദേഹം അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. അവിടെ അദ്ദേഹം ഹിന്ദു രാഷ്ട്ര ദർശനം, എന്താണ് ഹിന്ദു രാഷ്ട്ര ദർശനം എന്ന് വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ആ ഹിന്ദുരാഷ്ട്ര ദർശനത്തെക്കുറിച്ച് ഒരല്പം സൂചിപ്പിച്ച് ഇന്നത്തെ ഈ പ്രകരണം അവസാനിപ്പിക്കാം. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ആരാണ് ഒരു ഹിന്ദു, എങ്ങനെ ആയിരിക്കണം ഒരു ഹിന്ദു. ഇത് വലിയൊരു ഇന്നത്തെ ഈ പ്രത്യേക പരിസ്ഥിതിയിൽ നമ്മൾ ഇന്ന് വർത്തമാന ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വൈതരണികളുടെ നടുവിൽ നിന്ന് ആലോചിക്കുമ്പോൾ സാവർക്കർജി പറഞ്ഞ ആ വസ്തുതയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഒരു യഥാർത്ഥ ഹിന്ദു തന്നോട് ഹിന്ദുവായി മാറുന്നത്, ദ ട്രൂവർ എ ഹിന്ദു ഈസ് ടു ഹിംസെൽഫ് ആസ് എ ഹിന്ദു, ഹി മസ്റ്റ് ഇന്നെവിറ്റബിളി ഗ്രോ എ ട്രൂവർ നേഷൻ ആസ് ഹിംസെൽഫ്. ഒരു രാഷ്ട്രമായി വളരാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് അവനൊരു യഥാർത്ഥ ഹിന്ദു ആകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രഭാഷണത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം, അന്നത്തെ അവിടുത്തെ പ്രഭാഷണത്തിലാണ് ഈ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിർവചന ശ്ലോകം അദ്ദേഹം ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പൊതുവേദിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് അവിടെ വെച്ചാണ്. ആ സിന്ധു പര്യന്ത, ഭാരതഭൂമി എന്ന സങ്കല്പം, പിതൃഭൂമി എന്ന സങ്കല്പം, മാതൃഭൂമി എന്ന സങ്കല്പം, ഇതുള്ളവരാണ് ഹിന്ദു എന്ന അദ്ദേഹത്തിന്റെ ആ കൃത്യമായ ഡെഫിനിഷൻ അവിടെ വെച്ചാണ് നടക്കുന്നത്. വളരെ കൃത്യമായൊരു താക്കീത് അദ്ദേഹം എല്ലാവർക്കും നൽകുന്നത് അവിടെ വെച്ചാണ്.
ഹിന്ദു പദം ഉപയോഗിക്കുന്നത് സൂക്ഷ്മതയോടെ വേണം. ആർക്കും എപ്പോഴും എങ്ങനെയും ഉപയോഗിക്കാവുന്ന ഒരു പദമല്ല ഹിന്ദു. നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, ഹിന്ദുത്വത്തിന് അംഗീകാരം കിട്ടി വരുമ്പോൾ പലരും അവരവരുടേതായ രീതിയിൽ ഹിന്ദുത്വത്തെ നിർവചിച്ച് വൈ ആം എ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്ന ആൾക്കാരോടാണ് സവർക്കർ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് ഹിന്ദു പദം സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നു. ഹിന്ദു എന്നത് വൈദിക മതം മാത്രമല്ല, പലപ്പോഴും നമ്മുടെ പ്രയോഗത്തിൽ പോലും ഹിന്ദു സിഖ്, ഹിന്ദു ജൈനൻ, ഹിന്ദുക്കളും ബൗദ്ധന്മാരും എന്നിങ്ങനെ പ്രയോഗിക്കുന്നു. ഇത് വലിയൊരു തെറ്റാണ്. ശരിയാണ്, ഹിന്ദു പദത്തിന് വേദത്തോളം പഴക്കമുണ്ട്. ആ സിന്ധു എന്ന പദപ്രയോഗം വേദത്തിലുണ്ട്. ആ സിന്ധുവിൻ്റെ ഒരു അപഭ്രംശമാണ്, അല്ലെങ്കിൽ അത് മാറി വന്നതാണ് ഹിന്ദു എന്നത് സത്യമാണെങ്കിലും മുഴുവൻ ഹിന്ദുക്കളും വൈദിക ധർമ്മം പിന്തുടരുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് വേണ്ടതൊരു ഹിന്ദു രാഷ്ട്രസഭയാണ്. അദ്ദേഹം ഹിന്ദു മഹാസഭയെ അദ്ദേഹം വിശദീകരിച്ചത് ഇവിടെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇന്നത്തെ ഹിന്ദു മഹാസഭയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. അദ്ദേഹം അന്ന് കൃത്യമായി പറഞ്ഞു, നമുക്ക് വേണ്ടതൊരു ഹിന്ദു സംസ്കാര രാഷ്ട്രീയ ഗതിയും വിധിയും നിർണയിക്കാൻ പോകുന്ന ഒരു സംഘടനയാണ് നമുക്ക് വേണ്ടത് എന്ന നിലപാടായിരുന്നു അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ഒരു രാഷ്ട്രമാണ്. ഹിന്ദു എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ്, അതൊരിക്കലും സങ്കുചിതമല്ല. ഹിന്ദു രാഷ്ട്രം സങ്കുചിതമാണ് എന്ന് പറയുന്ന ഈ മതേതരവാദികളോട് അന്നേ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ച് സൂചിപ്പിക്കുകയാണ്. സ്വത്വത്തെക്കുറിച്ചുള്ള വിശദീകരണം, എന്താണ് സ്വരാജ്യം, എന്താണ് സ്വതന്ത്രത, എപ്പോഴാണ് ഒരു രാഷ്ട്രം സ്വതന്ത്രമായി തീരുന്നത്, ഒരു രാഷ്ട്രത്തിന്റെ ആത്മവത്തയെ ഉപേക്ഷിച്ചുകൊണ്ട് ലഭിക്കുന്നതായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരിക്കലും സ്വാതന്ത്ര്യമാകുന്നില്ല, അത് സ്വരാജ് അല്ല എന്ന് അദ്ദേഹം വളരെ ശാസ്ത്രീയമായ വിധത്തിൽ ആ പ്രഭാഷണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കാലത്ത് അതിന് തൊട്ടു മുമ്പാണ് ലക്നൌവിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടന്നത്. ആ ലക്നൌ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ നേതാക്കന്മാർ, ജിന്നെ അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തിവിട്ട രാഷ്ട്രവിരുദ്ധാശയങ്ങൾ, ഉറുദുവിനെ ഭാരതത്തിന്റെ ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്നും മറ്റുമുള്ള പ്രസംഗം, ഇതിനെ അവിടെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രവിരുദ്ധ പ്രമേയങ്ങൾ, ഇതിനെയൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഈ കൂട്ടർ എങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ വിരോധികളാവുന്നത് എന്ന് വിശദീകരിക്കാൻ നാം പുതിയ രേഖകളൊന്നും ഉണ്ടാക്കേണ്ടതില്ല, അവർ തന്നെ ഔദ്യോഗികമായ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചതിനകത്ത്. അതേപോലെ ഏറ്റവും കൂടുതൽ സവർക്കറെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ഉജ്ജ്വലമായ പ്രഖ്യാപനമുണ്ട്. അതായത് പ്രീണനമല്ല വേണ്ടത്, എല്ലാവരും ഒരുമിച്ച് പോവുകയാണ് വേണ്ടതെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ആ കാഴ്ചപ്പാടിനെ കൃത്യമായ ഒരു ഫോർമുല പോലെ, ഒരു വിശദീകരണ നിർവചന വാചകം പോലെ അദ്ദേഹം അവിടെ, ഒരു സമവാക്യം പോലെ അവിടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അത് ഭാരതത്തിന്റെ ഈ ന്യൂനപക്ഷ പ്രശ്നമായാലും ഭാരതത്തിന്റെ ദേശീയ ഐക്യത്തിന്റെ പ്രശ്നമായാലും ഒക്കെ നേരാംവണ്ണം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു നിർദ്ദേശമാണ്, ഒരേ ഒരു വൺ ആൻഡ് ഓൺലി വൺ റെമഡി ഫോർ ഓൾ മാലഡീസ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു അത്? ഇതൊരു പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഭാരത വിഭജനം പോലും സംഭവിക്കുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു കം വിത്ത് യു, അതായത് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര മാർഗത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരോടായി സാവർക്കർ ഗർജിക്കുകയാണ്. ഇഫ് യു കം വിത്ത് യു, നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം. ഇഫ് യു ഡോണ്ട്, വിത്തൗട്ട് യു, നിങ്ങൾ വരുന്നില്ല എന്ന് കരുതി ഞങ്ങൾ വിഷമിച്ചിരിക്കുമെന്ന് വിചാരിക്കേണ്ട, വിത്തൗട്ട് യു, നിങ്ങളില്ലാതെ. ആൻഡ് ഇഫ് യു ഒപ്പോസ് ഇൻ സ്പൈറ്റ് ഓഫ് യു, the Hindus will continue their fight for their national freedom as best as they can. നിങ്ങളില്ലാതെ, നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങളെ കണക്കാക്കാതെ ഞങ്ങളുടെ ശക്തി പരമാവധി പ്രയോഗിച്ച് ഞങ്ങളുടെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇതായിരുന്നു ദേശഭക്തരായ ആൾക്കാർ മുഴുവൻ ഒരുപോലെ ആവർത്തിക്കേണ്ടിയിരുന്നത്, ഏറ്റുപറയേണ്ടിയിരുന്നത്. അങ്ങനെ ഏറ്റുപറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നു എങ്കിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പിന്നീട് 10 വർഷത്തിന് ശേഷം നടന്ന വിഭജനം പോലും സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹം മുസ്ലിം വിഘടനവാദികളുടെ മുമ്പാകെ അവർ മനസ്സിലാക്കേണ്ട ചില
വസ്തുതകൾ കൂടി ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ അഹമ്മദാബാദ് ഹിന്ദു മഹാസഭ അധ്യക്ഷ പ്രസംഗം ഏതൊരു ദേശഭക്തനും ആവർത്തിച്ച് വായിച്ചു മനസ്സിലാക്കേണ്ടതായതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമേതര ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഭാരതത്തിലുള്ളവർ, പാഴ്സികളെ നോക്കൂ, ദാദാഭായ് നവറോജി എന്ന പ്രഗത്ഭനായ ഭാരതത്തിന്റെ പ്രൗഢ വ്യക്തിത്വം, മാഡം കാമയെ പോലത്തെ വിപ്ലവ വനിത, ഇവരെയൊക്കെ സംഭാവന ചെയ്ത ആ ധർമ്മം ഒരിക്കലും പാർസി മതക്കാർ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. ഭാരതത്തിൻ്റെത് ഞങ്ങളുടേതെന്ന് വേറിട്ട ഒരു സംസ്കാരമാണ്, ഒരു ദേശീയതയാണ് എന്ന് മനസ്സിലാക്കും. ഭാരതത്തിന്റെ ക്രൈസ്തവരെ സംബന്ധിച്ചും അദ്ദേഹം ഉദാഹരണം പറയുകയാണ്. യഹൂദരെ സംബന്ധിച്ചും എണ്ണം എടുത്തു പറഞ്ഞുകൊണ്ട് ഉദാഹരണം ആൾക്കാരുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ പ്രഭാഷണങ്ങളിൽ കാണുന്ന കാവ്യാത്മകമായ ഇംഗ്ലീഷ് പ്രയോഗം അവസാനം അദ്ദേഹം എത്തുമ്പോൾ പറയുകയാണ്, വികാരഭരിതനായി പറയുകയാണ്, ഹൂ നോസ് ദാറ്റ് സം ഫ്യൂച്ചർ or more fortunate president of this our Hindu Mahasabha may not be able to rise here, if not in this generation, yet the generation of our sons can proclaim a triumphant news to the session to come. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സമ്മേളനത്തിൽ, നമ്മുടെ ഒരു സമ്മേളനത്തിൽ അന്നത്തെ ഭാവി ഒരു ഹിന്ദു മഹാസഭ അധ്യക്ഷൻ, കൂടുതൽ ഭാഗ്യശാലിയായ ഒരു അധ്യക്ഷന് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം, ഒരു വിജയത്തിന്റെ കഥ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്? അദ്ദേഹം പറയുകയാണ്, ടു ദാറ്റ് സെഷൻ ടു കം, വരാൻ പോകുന്ന ആ സെഷനിൽ അങ്ങനെ, ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് Huns and the Greeks and the Shakas. ഹൂണന്മാർക്ക് സംഭവിച്ചതുപോലെ, ശാകന്മാർക്ക് സംഭവിച്ചതുപോലെ, ഗ്രീക്കുകാർക്ക് സംഭവിച്ചതുപോലെ ഞാൻ പറയാണ്, ആ വരാൻ പോകുന്ന പ്രസിഡന്റിന് പറയേണ്ടി വരും, there is no trace behind to the British domination of our land. ബ്രിട്ടീഷുകാരുടെ ഒരു അവശിഷ്ടം പോലും ഇല്ലാതെ, ശാകന്മാരെ പോലെ, ഹൂണന്മാരെ പോലെ, കുശാണന്മാരെ പോലെ, ഗ്രീക്കന്മാരെ പോലെ നിശേഷമില്ലാതാകും എന്ന ആ മനോഹരമായ, ആ ഉജ്ജ്വലമായ വിജയത്തിന്റെ കഥ മുമ്പ് നടന്നത് പോലെ അത് ആവർത്തിക്കാൻ ഇടയുണ്ടാവില്ല എന്ന് ആര് കണ്ടു? അദ്ദേഹം പറയാണ്, ദ ബാനർ ഓഫ് ഹിന്ദുഡം ഹിന്ദുത്വ, ദ ബാനർ ഓഫ് ഹിന്ദുത്വ വിൽ ഫ്ലൈസ് ഹൈ on the summits of the Himalayas. ഹിമാലയത്തിന്റെ കൊടുമുടി മേലെ ഹിന്ദുത്വത്തിന്റെ പതാക ഉയർന്നു പാറും. ഹിന്ദുസ്ഥാൻ വിൽ ബി ഫ്രീ അഗെയിൻ. എന്റെ ഹിന്ദുസ്ഥാനം വീണ്ടും സ്വതന്ത്രമാകും. ഹിന്ദു ആണ് നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് ആ മഹത്തരമായ പ്രഭാഷണം നടക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കാം. നാളെ വീണ്ടും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കാം. നമസ്കാരം.